ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് ചരിത്രം സംഭവബഹുലമാണ്. രസകരമായ ഒരുപിടി സംഭവങ്ങളുടെ ചരിത്രം കൂടിയാണത്. അത്തരം കഥകളിലൂടെയുള്ള ഒരു കടന്നുപോക്കാണ് ചരിത്രം വിചിത്രം. ഈ പരിപാടിയുടെ ഉദ്ഘാടനം എറണാകുളത്ത് വെച്ച് നടന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത്. എല്ലാവർക്കും നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ രസകരമായ ഒരു പരിപാടി കൂടി തുടങ്ങുകയാണ്. ചരിത്രം വിചിത്രം. പാർലമെൻറ്റിനകത്തും പുറത്തുമുണ്ടായ രസകരമായ ചില കഥകളും കാര്യങ്ങളുമാണ് ഈ പരിപാടിയുടെ കാതൽ. വൈറ്റ് സ്വാൻ TV ന്യൂസിൻ്റെ നേതൃത്വത്തിൽ എൻ്റെ സ്നേഹിതൻ ശ്രീ ജോർജ് പുളിക്കൻ അവതരിപ്പിക്കുന്ന ചരിത്രം വിചിത്രം എന്നുള്ള രസകരമായ പരിപാടിയുടെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിച്ചത്. നമ്മുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് അതിലൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം വളരെ സംഭവബഹുലമാണ്, രസകരമാണ്. അതിനെ മറ്റൊരു വീക്ഷണകോണിലൂടെ നോക്കിക്കാണുകയാണ് ശ്രീ ജോർജ് പുളിക്കൻ. അദ്ദേഹം നർമ്മരസപ്രധാനമായ പരിപാടികൾ അവതരിപ്പിച്ച് കേരളത്തിൽ ശ്രദ്ധേയനായ ഒരു അവതാരകൻ എന്നുള്ള നിലയിൽ ഈ കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ നിന്ന് രസകരമായ ഏടുകൾ തപ്പിയെടുത്ത്, സത്യത്തിലൊരു ഗവേഷണത്തിൻ്റെ ആവശ്യമുണ്ട്, അവിടെ റിസർച്ചിൻ്റെ ആവശ്യമുണ്ട്. അത് നടത്തിയെടുത്ത് ഏറ്റവും രസകരമായ അനുഭവങ്ങൾ ജനങ്ങളുടെ മുമ്പിലാകെ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ഞാൻ 2006 മത്സരിക്കുമ്പോൾ എനിക്കെതിരായിട്ടൊരു അപകടം ഉണ്ടായിരുന്നു. VD കിട്ടാത്തതുകൊണ്ട് VT സതീശനായിരുന്നു. അദ്ദേഹം കുറേ വോട്ട് വിളിച്ചു. ആളുകൾ അറിയാതെയൊക്കെ തെറ്റി കുറേ വോട്ട് വിളിക്കും. പണ്ട് 5 കൊല്ലം മത്സരിച്ച് 5 കൊല്ലത്തേക്കായി ജയിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ 5 കൊല്ലം കഴിയുമ്പോഴാണ് ജനങ്ങളെ കാണുന്നത്. അപ്പോൾ അവർ ചോദിക്കും 5 കൊല്ലം ആയാലും കണ്ടിട്ടെന്ന് പറയും. അതൊക്കെ ഒരു സ്ഥിരമായ കാര്യങ്ങളായിരുന്നു. ഇന്നിപ്പോൾ പൊതുവെ ജനപ്രതിനിധികൾ 5 കൊല്ലവും വീണ്ടും കഷ്ടപ്പെടുകയും ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലമാണ്. മുണ്ട് ഒന്ന് മുറുക്കി കൊടുക്കാൻ പോലും നിയമസഭയിൽ എണീറ്റ് നിന്നിട്ടില്ല എന്ന് പറയും, കളിയാക്കി പറയാണ്. അതായത് നമ്മൾ ഇരുന്നുകൊണ്ട് മുണ്ട് കുത്താൻ പറ്റില്ല, മുറുക്കി കുത്താൻ പറ്റില്ല, ലൂസായ മുണ്ട്. അപ്പോൾ അതിന് എഴുന്നേൽക്കണം. അതിന് പോലും നിയമസഭയിൽ എഴുന്നേറ്റിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർവെൻഷനും നടത്തിയിട്ടില്ല, ഒരു കാര്യവും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് നടക്കുന്ന രസകരമായ സംവിധാനങ്ങൾ, സ്ഥാനാർത്ഥി വീടുകളിൽ ചെല്ലുമ്പോൾ വീടുകളിൽ നിന്നുള്ള വ്യത്യസ്തമായ ആളുകളുടെ പ്രതികരണങ്ങൾ, കടകളിൽ കയറുമ്പോൾ ആളുകളുടെ പ്രതികരണങ്ങൾ, ഇത് പല രീതിയിലുണ്ട്. അപ്പോൾ അതെല്ലാം ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ. സത്യം പറഞ്ഞാൽ ഒരുപാട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഞങ്ങൾക്കെല്ലാം വേണമെങ്കിൽ ഒരു പുസ്തകം എഴുതാൻ പറ്റിയ അനുഭവമുണ്ട്. പക്ഷേ ആ ഒരു ലൈനിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കുകയും അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ് ജോർജ് പുളിക്കൻ എന്നാണ് എനിക്ക് പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും ചരിത്രം വിചിത്രമാണ് എന്ന് തന്നെയാണ് നർമ്മരസപ്രധാനമായ ഈ പരിപാടിയിലൂടെ ശ്രീ ജോർജ് പുളിക്കൻ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഈ പരിപാടിക്ക് ഞാൻ എല്ലാ ആശംസകളും നന്മകളും നേരുന്നു. കേരളത്തിൽ ഇതിന് വലിയൊരു വ്യൂവർഷിപ്പ് ഉണ്ടാകും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും